നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാശുണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതെ, ഞാൻ പറഞ്ഞു വന്നത് ട്രിവാൻഡ്രം സീപോർട്ടിനടുത്ത് വിഴിഞ്ഞത്തിനടുത്തായിട്ട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഗ്രാമത്തിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് കുറച്ച് കാലതാമസം എടുത്തായിരിക്കും വരുന്നത്. അതേസമയം സിറ്റിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ഭൂമി വരുന്ന സ്ഥലങ്ങളിലോ ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് ഹൈക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് കേസ് എന്നുണ്ടെങ്കിൽ വെടിനത്ത് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യുന്നു, എന്താണ് ഒരു ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു ബയർ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അതിനെന്തെങ്കിലും ഒരു വാല്യൂഡേഷൻ ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ട്രിവാൻഡ്രം സീപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് വരുന്ന ദൂരവും അതുപോലെ തന്നെ കേരള ബോർഡറിലേക്ക് പോകുന്ന ദൂരവും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ആൾക്കാർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത് സൗകര്യങ്ങളും അതുപോലെ പ്രൈസിനെയും ആശ്രയിച്ച് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് കണ്ടെയ്നറുമായിട്ട് വരുന്ന ലോറി ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ഡിമാൻഡിനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വിൽക്കാനോ അതുപോലെ തന്നെ വാങ്ങിക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക. എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ മാത്രമേ സമീപിക്കാവൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു സൂൺ. ടേക്ക് കെയർ. ബൈ.